ഡ്രഗ്സ് ഡ്രഗ്സിന്റെ ഉപയോഗം നിരോധിക്കണം. അതാണ് ആവശ്യം. ലഹരിയെ ഒരു സിംബിളൈസ് ചെയ്തിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ടുള്ള ദോഷങ്ങൾ എന്തൊക്കെയാണ് പത്രത്തിൽ വന്ന കട്ടിങ്സ് ഒക്കെയാണ് വെച്ച് ഞങ്ങൾ തീർത്തിട്ടുള്ളത്. അതെ, പ്രധാനപ്പെട്ട വാർത്തകളെല്ലാം ചേർത്താണ് ചെയ്തിട്ടുള്ളത്. ഈ ഇന്നത്തെ എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം നോക്കുമ്പോൾ അത് ലഹരി തന്നെയാണ് എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നുണ്ട്. ഒരു 90% കുറ്റകൃത്യങ്ങളും കുറയ്ക്കാൻ ഈ ലഹരി ഒഴിവാക്കുകയാണെങ്കിൽ സാധിക്കും എന്നുള്ള ഒരു നിലപാടിലാണ് ഞങ്ങളുടെ സ്കൂള് ഇങ്ങനെയൊരു പ്രവർത്തനം ഏറ്റെടുത്തത്. ലഹരിക്കെതിരെ അങ്ങനെ കേരളത്തിലെ വിദ്യാർത്ഥികൾ ഒന്നടങ്കം രംഗത്ത് തിരിക്കുകയാണ്. സർക്കാരിന്റെ പ്രധാന പരിപാടികളിൽ ഒന്നാണ് നോ ഡ്രഗ്സ്, സേ നോ ടു ഡ്രഗ്സ് എന്ന പരിപാടി ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും വിദ്യാർത്ഥികൾ അണിനിരന്നുകൊണ്ടാണ് ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. തിരുവനന്തപുരം പാളയം മുതൽ വെള്ളയമ്പലം അയ്യങ്കാളി ടവർ വരെയാണ് ഈ ഒരു പരിപാടി ഉള്ളത്. ഇപ്പോൾ വിവിധ സ്കൂളിലെ കുട്ടികളാണ് അണിനിരന്നിട്ടുള്ളത്. എന്ത് തോന്നുന്നു? സൂപ്പർ സൂപ്പർ. എന്താ ഡ്രഗ്സിനെതിരെ പോരാട്ടം. ഡ്രഗ്സിനെതിരെ പോരാടാനാണ് വന്നേക്കുന്നത്. എന്താ മോന്റെ അഭിപ്രായം? ഡ്രഗ്സ് ഉപയോഗിക്കേണ്ട, ആരും ഉപയോഗിക്കേണ്ടതല്ലേ? പ്ലക്കാർഡൊക്കെ ഉണ്ടല്ലോ, പ്ലക്കാർഡൊക്കെ ഉണ്ടല്ലോ. ഡ്രഗ്സ് ഉപയോഗിക്കുന്നവരുടെ എന്ത് പറയാനാ പോകുന്നത്? ഡ്രഗ്സ് ഉപയോഗിക്കല് അത് നമ്മളെ കുഴിയിലൊക്കെ വീഴ്ത്തും. പിന്നെ അത് ഭയങ്കര അപകടമാണ്. നമ്മളെ ജീവിതം കുടുംബമൊക്കെ നഷ്ടപ്പെടും. തീർച്ചയായും വിദ്യാർത്ഥികൾക്ക് വേണ്ട ബോധവൽക്കരണം നൽകി നല്ലൊരു നാളെ ഡ്രഗ്സ് ഇല്ലാത്ത അല്ലെങ്കിൽ ഇത്തരം മയക്കുമരുന്നും ലഹരി വിമുക്ത കേരളം തന്നെയാണ് ലക്ഷ്യമിടുന്നത്. ഏതായാലും വിദ്യാർത്ഥികൾ വളരെ ആവേശത്തിലാണ്. അവർക്ക് എന്താണ് എന്ന് മനസ്സിലാവുന്നുണ്ട്. ഏതായാലും നാളത്തെ നല്ലൊരു കേരളത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം ഇന്നു മുതൽ തന്നെ ആരംഭിച്ചിരിക്കുകയാണ്. ഒരുപാട് കാഴ്ചകൾ ഉണ്ടായിരിക്കും. പോവാം. അങ്ങനെ എല്ലാ സ്കൂളുകളിലെ വിദ്യാർത്ഥികളും തിരുവനന്തപുരത്തുള്ള എല്ലാ സ്കൂളിലെ വിദ്യാർത്ഥികളും ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇത് ആര്യ സെന്റർ സ്കൂളിലെ ഒരുപാട് ആൺകുട്ടികളാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. നമുക്ക് അവർ വളരെ ആവേശത്തിലാണ്. ഏതായാലും ലഹരി വിരുദ്ധ പ്രതിജ്ഞ അടക്കം അവരുടെ കയ്യിലുണ്ട്. അതായത് ഈ ബോയ്സ് ആണ് ഏറ്റവും കൂടുതൽ ഡ്രഗ്സ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഒരുപാട് കേസൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങളൊരു സ്റ്റുഡൻസ് എന്ന നിലയിൽ ഇപ്പോൾ ഒരുപാട് എന്താണ് നമുക്ക് ഈ നാളെ ഡ്രഗ്സ് വേണ്ട അല്ലെങ്കിൽ ഇതെല്ലാം പൂർണ്ണമായി നിരോധിക്കണമാണല്ലോ നമ്മുടെ ലക്ഷ്യം എന്ന് തോന്നുന്നു. ഡ്രഗ്സ് നിരോധിക്കേണ്ടതാണ്. ബിക്കോസ് കുട്ടികൾ അടിമപ്പെടാകുമ്പം അത് അവർക്ക് പഠിത്തത്തിനെല്ലാം അവർ ബാക്കായി പോകും. അതുകൊണ്ട് നമ്മൾ ഹെൽത്തി ആയിരിക്കാൻ വേണ്ടി ഡ്രഗ്സ് അവോയ്ഡ് ചെയ്യണമായിരിക്കും എൻ്റെ അഭിപ്രായം. സ്റ്റുഡൻസിന് എല്ലാവർക്കും ഇതിനെക്കുറിച്ച് അറിയാനൊക്കെ കഴിയുന്നു. അത് വളരെ നല്ലതാണ്. ഇപ്പോൾ ഈ ക്യാമ്പയിൻ നടത്തുന്നുണ്ടല്ലോ, അപ്പോൾ എങ്ങനെയായിരിക്കും കുട്ടികൾക്ക് ഇതൊരു എഫക്റ്റീവ്? ഇത് കുട്ടികളുടെ ഇടയിൽ ലഹരിക്കെതിരെ ഒരു വലിയ ബോധവൽക്കരണം ഉണ്ടാക്കാൻ സഹായിക്കും. അതേപോലെ തന്നെ ഇത് വലിയ ലഹരി മാഫിയകളും അതേപോലെ മുതിർന്നവരിൽ നിന്നുമൊക്കെയാണ് ഇത് കുട്ടികൾ ഏറ്റവും കൂടുതൽ എത്തുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ കുട്ടികൾ ചെയ്യുമ്പോൾ നമ്മുടെ കൂട്ടുകാരുടെയിലും അതേപോലെ തന്നെ സമൂഹത്തിലേക്കും ഇത് കൂടുതൽ എത്തിക്കാൻ സാധിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വലിയൊരു ആവേശമാണ്, നാളത്തെ കേരളത്തിന് വേണ്ടി വലിയൊരു ആവേശമാണ്. അതിൻ്റെ ഒരു ഭാഗമായിരിക്കുകയാണ്. ഇവിടെ എന്താണ് ലഹരിക്കെതിരെയാണ് ഇത് നടത്തുന്നത്. അപ്പം നല്ല നാളേക്ക് വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ മനുഷ്യ ചങ്ങലേക്ക് നടത്തുകയാണ്. അപ്പം നല്ല നാളെ കിട്ടും, ഉറപ്പിച്ച്. ടീച്ചർ വളരെ ആവേശത്തിലാണ് കുട്ടികളെല്ലാവരും. അപ്പം നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണ്. എന്ത് തോന്നുന്നു? ഇതൊരു നല്ലൊരു തീരുമാനം തന്നെയല്ലേ ഗവൺമെന്റ്? ഒരു സംശയമല്ല, ഞങ്ങൾ കാച്ചാണി സ്കൂളിലെ ടീമാണ് ഈ നിൽക്കുന്നത്. ടീച്ചേഴ്സും കുട്ടികളും ഓഫീസ് സ്റ്റാഫും എല്ലാവരും ഉണ്ട്. ഞങ്ങൾ വളരെ വളരെ ആവേശത്തിലാണ്. വെറുതെ അല്ല, ഇപ്പം നമ്മൾ പത്രമാധ്യമങ്ങളിൽ കാണുമ്പോൾ വളരെ ഞെട്ടലോടെയാണ് ഇതിനെയൊക്കെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിനും ആ ഒരു തിരിച്ചറിവുണ്ട്. വിദ്യാലയങ്ങളിലൂടെയാണ് ഇത് സമൂഹത്തിൽ ഈ സന്ദേശം നൽകുന്നത്. അപ്പോൾ ഞങ്ങൾ കരുതുന്നു നാളത്തെ ഒരു തലമുറയെങ്കിലും ഇതിൽ നിന്നും ഉറപ്പായിട്ടും മോചനം നേടണം. അപ്പോൾ നമ്മുടെ കുട്ടികൾ ഈ പ്രതിജ്ഞ ഏറ്റെടുക്കുകയാണ്. ഇന്ന് മുഖ്യമന്ത്രി തരുന്ന സന്ദേശം ഏറ്റെടുക്കുകയാണ്. ഞങ്ങൾ ലഹരിയെ
തികച്ചും നമ്മുടെ സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കാൻ നമ്മൾ ഓരോരുത്തരും ചെയ്യാൻ പറ്റുന്നത് ചെയ്യും. ഞങ്ങളുടെ കുട്ടികൾ ഇന്ന് രാവിലെയും പ്രതിജ്ഞ എടുത്തിട്ടാണ് പോകുന്നത്. ശരി, ഈ മുതിർന്നവർക്ക് പോലെ തന്നെ കുട്ടികൾക്കിടയിൽ ഇപ്പോൾ ലഹരിയുടെ ഉപയോഗം വളരെ കൂടുതൽ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്യാമ്പയിനിലൂടെ അതിനൊരു കുറവുണ്ടാകാനുള്ള സാധ്യത? തീർച്ചയായും കുട്ടികൾ ഈ ബോധവൽക്കരണത്തിലൂടെ ഒരുപാട് മാറ്റം വരുത്താൻ കഴിയുമെന്ന് തന്നെയാണ് ഞങ്ങൾ അധ്യാപകർ പ്രതീക്ഷിക്കുന്നത്. ഈ ഒന്നടങ്കം കുട്ടികളും ഇത് ഏറ്റെടുത്തിരിക്കുകയാണ് അല്ലേ? അതായത് ഇപ്പോൾ കുട്ടികൾക്കിടയിലും ഈവൻ പെൺകുട്ടികൾക്കിടയിലും ലഹരിയുടെ ഉപയോഗം വളരെ കൂടുതലായി കണ്ടുവരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതലായി ആൺകുട്ടികൾ പെൺകുട്ടികളുടെ വ്യത്യാസം യഥാർത്ഥത്തിലില്ല. പക്ഷെ സമൂഹത്തിൽ ഒരു തിരിച്ചറിവുണ്ട്. ഈ ലഹരി മനുഷ്യന്റെ കഴിവുകളെ മുഴുവൻ നശിപ്പിക്കുന്ന ഒന്നാണെന്നുള്ള തിരിച്ചറിവ് അത് കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഉപയോഗിക്കുന്നില്ല, ഞങ്ങളുടെ വീട്ടിലെ ആരെയും ഉപയോഗിക്കാൻ അനുവദിക്കാത്തൊരവസ്ഥയിലേക്ക് കുട്ടികൾ പോയാൽ ഈ സമൂഹം നന്നാകുമെന്നുള്ളൊരു ദൃഢവിശ്വാസം കുട്ടികൾക്കുണ്ട്. അത് അവരിലൂടെ നടപ്പിലാക്കാനുള്ള സർക്കാരിന്റെ ശ്രമത്തിന് മുഴുവൻ നമ്മൾ പിന്തുണ കൊടുക്കുക. സമൂഹത്തെ തകർക്കുന്ന മാരക വിപത്താണ് എന്ന യാഥാർത്ഥ്യം ഞാൻ തിരിച്ചറിയുന്നു. ലഹരി വസ്തുക്കളുടെ ഉപയോഗം കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായി നശിപ്പിക്കുമെന്നും ഞാൻ മനസ്സിലാക്കുന്നു. ഞാനും എൻ്റെ സമൂഹവും ലഹരിയിൽ വീഴാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഞാൻ നടത്തും. ജീവിതമെന്ന ലഹരിമെന്ന ആശയം എൻ്റെ ജീവിതത്തിൽ തകർക്കുന്നതിനോടൊപ്പം ഈ ആശയം ജീവിതത്തെ തകർക്കുമെന്നതിന് ഞാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും ചെയ്യും. ലഹരി വ്യക്തമുള്ള എൻ്റെ എല്ലാ കടമകളും വിനിയോഗിച്ച് പ്രവർത്തിക്കുമെന്നും ഞാൻ ഇതിനായി പ്രതിജ്ഞ ചെയ്യുന്നു. ജയ് ഹിന്ദ്. നിരവധി വിദ്യാർത്ഥികളാണ് ഈ ഒരു റാലിയിൽ പങ്കെടുക്കുന്നത്. വളരെ വ്യത്യസ്തമായ രീതിയിലും അല്ലാതെയും ഒക്കെ തന്നെ പങ്കെടുക്കുന്നവരുണ്ട്. നമുക്ക് വിദ്യാർത്ഥികളോട് ചോദിക്കാം. ഇതിപ്പോൾ നോ സ്റ്റോപ്പ് ഡ്രഗ്സ് എന്ന രീതിയിൽ ഒരുപാട് സംഭവം കാലന്റെ രൂപത്തിലല്ലേ, എന്ത് തോന്നുന്നു? ഈ ഒരു ഇതെല്ലാവരും ഇത് ലഹരിയിൽ നിന്നും പിരിയാനുള്ള ഒരു ഇതാണ് സൂചന. കുട്ടികൾ വളരെ ആവേശത്തിലാണ്. അതെ, അവർ വളരെ ആവേശത്തിലാണ്. കഴിഞ്ഞ ഒരു മാസത്തോളമായി നമ്മുടെ സ്കൂളിൽ വിമുക്തി ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ധാരാളം പരിപാടികൾ നടന്നു വരുന്നു. ഇന്നലെ ഞങ്ങൾ സ്കൂളിൽ നിന്നും ഇടപ്പള്ളി ജംഗ്ഷനിലേക്കൊരു പദയാത്ര നടത്തിയിരുന്നു. അപ്പോൾ ഇതിൽ ലഹരിയെ ഒരു സിംബിളൈസ് ചെയ്തിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ടുള്ള ദോഷങ്ങൾ എന്തൊക്കെയാണ്, പത്രത്തിൽ വന്ന കട്ടിങ്സൊക്കെയാണ് വെച്ച് ഞങ്ങൾ തീർത്തിട്ടുള്ളത്. അതെ, പ്രധാനപ്പെട്ട വാർത്തകളെല്ലാം ചേർത്താണ് ഇത് ചെയ്തിട്ടുള്ളത്. കുട്ടികൾക്കിടയിൽ ഇപ്പോൾ വളരെ വലിയ രീതിയിൽ ഡ്രഗ്സിന്റെ ഒരു ഉപയോഗം കൂടി വരുന്ന വാർത്തയാണ്. അതെ അതെ, തീർച്ചയായും നല്ല കാര്യം തന്നെയാണ്. കുട്ടികളുടെ ഡ്രഗ്സിന്റെ ഉപയോഗം വളരെയധികം കൂടുതലാണ്. അത് കുറച്ചേ മതിയാവുള്ളൂ. കാരണം ഈ ഇന്നത്തെ എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം നോക്കുമ്പോൾ അത് ലഹരി തന്നെയാണ് എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നുണ്ട്. ഒരു 90% കുറ്റകൃത്യങ്ങളും കുറയ്ക്കാൻ ഈ ലഹരി ഒഴിവാക്കുകയാണെങ്കിൽ സാധിക്കും എന്നുള്ള ഒരു നിലപാടിലാണ് ഞങ്ങളുടെ സ്കൂള് ഇങ്ങനെ ഒരു പ്രവർത്തനം ഏറ്റെടുത്തത്. കുട്ടികളും വളരെ ആവേശത്തോടെയാണ്, എല്ലാ കുട്ടികളും വളരെ സന്തോഷത്തോടെയും ആവേശത്തോടെയും തന്നെയാണ് ഇത് ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ ലഹരിമുക്ത വിദ്യാലയമാക്കി ഞങ്ങളുടെ സ്കൂൾ അടുത്ത മാസം തന്നെ പ്രഖ്യാപിക്കണമെന്നാണ് വിചാരിക്കുന്നത്.